കസബ. കാർണിവലിൽ സൂചിയേറും കൊണ്ട് കിടക്കുന്ന അവനെ കാരാടി പോലീസുകാരായിട്ട് കൂട്ടിയേക്കുന്നത്. ഈ പെരുന്നാൾ കാലത്ത് ഏറെ പ്രതീക്ഷയുമായി വന്ന നിതിൻ രഞ്ജി പണിക്കർ ചിത്രമാണ് കസബ. മമ്മൂട്ടിയുടെ ഒരു മാസ് മസാല ഇൻട്രോയുമായി തുടങ്ങിയ കസബ ആദ്യോടന്ത്യം പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കും തീർച്ച. CI രാജൻ സക്രിയ ഒരു അന്വേഷണത്തിനായി കർണാടക അതിർത്തി പ്രദേശമായ കാളിയൂർ ഗ്രാമത്തിലേക്ക് പോകുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത്. CI രാജൻ സക്രിയയായി മമ്മൂക്ക ജീവിച്ചപ്പോൾ പ്രേക്ഷകർക്കിതൊരു ദൃശ്യവിരുന്നു തന്നെയാണ്. നടപ്പിലും നോട്ടത്തിലും സംസാരത്തിലും വ്യത്യസ്തത പുലർത്തിയ രാജൻ സക്രിയ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ചിത്രത്തിൽ മമ്മൂക്ക ഒരു സ്ത്രീ തൽപരനായി തോന്നാമെങ്കിലും ക്ലൈമാക്സിൽ ആ തോന്നലുകൾ തകിടം മറിയുന്നതും കാണാം. ചിത്രത്തിലെ നായിക കമലയെ അവതരിപ്പിച്ച വരലക്ഷ്മി തെറ്റില്ലാത്ത പ്രകടനം തന്നെ കാഴ്ചവെച്ചു. തന്റെ പ്രവർത്തന മേഖല രാഷ്ട്രീയമല്ല സിനിമ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ജഗദീഷ് ഗംഭീരമായി തന്നെ അഭിനയിച്ചു. സിദ്ദിഖ്, ഇർഷാദ്, അബ്ബുസലീം, സമ്പത്ത് തുടങ്ങിയവർ തങ്ങളുടെ കഥാപാത്രങ്ങൾ ഭംഗിയാക്കി. എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ സംവിധാനവും BGMഉം ഡയലോഗുകളും തന്നെയാണ്. പിന്നെ മമ്മൂക്കയുടെ ആ നടത്തവും. ഒരുപാട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. മമ്മൂക്കയെ ആ രീതിയിൽ കാണാൻ കഴിയാത്തവർക്ക് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അരോചകമായി തോന്നാം. പക്ഷേ മറ്റ് ന്യൂജൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു കുറവല്ല. ചിത്രത്തിൽ ഗാനങ്ങളില്ലാത്തത് മറ്റൊരു വലിയ കുറവ് തന്നെയാണ്. കുറച്ചു വലിച്ചുനീട്ടലുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ ചിത്രം ഫാൻസിനെയും പ്രേക്ഷകരെയും നിരാശപ്പെടുത്തില്ല എന്നുറപ്പാണ്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ചെറുതായൊന്ന് അമ്പരപ്പിക്കുന്ന ക്ലൈമാക്സും മൊത്തത്തിൽ പുതുമകളൊന്നും തന്നെ അവകാശപ്പെടാനില്ലെങ്കിലും ഇതൊരു മമ്മൂക്ക ഷോ തന്നെ. ചുരുക്കം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാശ് പോകില്ല എന്നുറപ്പാണ്. ഈ ചിങ്ങത്തിലല്ല അടുത്ത ചിങ്ങത്തിലെ തനിക്ക് 18 തികയുമെന്ന് തെളിയിച്ചുകൊണ്ട് വീണ്ടും ബോക്സ് ഓഫീസിൽ മമ്മൂക്ക ചരിത്രം കുറിക്കും എന്ന് തീർച്ച. യൂണിഫോം കണ്ട മനസ്സിലാകണം.